മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് ഫിസ്റ്റുല സുഖപ്പെടുത്താൻ കഴിയും? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, നല്ല വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കാം, വേദന സംഹാരികൾ കഴിക്കാം, അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകും. പക്ഷേ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഫിസ്റ്റുല ട്രാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മരുന്ന് കൊണ്ട് മാത്രമായിട്ട് സുഖപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അവസരങ്ങളിൽ നമ്മൾ ആ ട്രാക്റ്റ് നശിപ്പിക്കുന്ന സർജറികൾ ചെയ്യേണ്ടി വരും. അതുതന്നെ ഫിസ്റ്റുലേൻ്റെ തരം അനുസരിച്ചാണ് നമ്മൾ ഏത് സർജറിയാണ് ചെയ്യാമെന്ന് നിശ്ചയിക്കുന്നത്. ഫിസ്റ്റുല സർജറി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, നമുക്ക് മലം പുറത്തേക്ക് വരുന്നത് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ഫിങ്ക്റ്റർ മസിലുകളുണ്ട്. പലപ്പോഴും ഈ മസിലുകൾക്കിടയിലൂടെയാണ് ഈ പറയുന്ന ഫിസ്റ്റുലേൻ്റെ ട്രാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ മസിലുകൾക്ക് കേടുപാടുകൾ വരാതെ ഈ ട്രാക്റ്റിന് മുഴുവനായിട്ടും പുറത്തേക്കെടുത്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീക്കൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകും. മലം വരുമ്പോൾ നമുക്കത് പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രോഗികൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത ലേസർ ചികിത്സാ രീതികളാണ് ഫിസ്റ്റുല ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിസ്റ്റുല തിരിച്ചു വന്നേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കുന്ന, മലം പിടിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ സ്ഫിങ്ക്റ്റർ മസിലുകളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതിനേക്കാളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഫിസ്റ്റുലയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.